Welcome to BSc Main Physics, Semester 4, 20th lecture, Classical Mechanics. And today we see the proof of Kepler's second and third laws in planetary motion. Semester 4, 20th lecture, BSc Main Physics, Classical Mechanics, Kepler's second and third laws. Their proof. So first we see Kepler's second law. The statement we have studied in the last class, and today we study the proof of derivation of second law. And for that you see the elliptical orbit. A and B are turning points. S is the position of Sun. P is planet. Planet is moving around the Sun in elliptical orbit. And here R is the radius vector. SP equal to R is the radius vector. Planet goes from P to P dash in a time 1 second. Then the radius vector sweeps out an area there, A1. And here also, in the second case, another area A2. If we consider this area in 1 second, we can see that the areas are equal. Area A1 is equal to area A2. Area swept out by radius vector in every second is a constant. Aerial velocity is a constant, and that is Kepler's second law. A dot means dA by dt. Area velocity we write as dA by dt. A is the area, so dA by dt, capital A, d capital A by dt, we write as A dot. That is a constant, and that is Kepler's second law, and that we prove. You have seen the figure. ആ പടത്തിൽ ഒരു പ്ലാനറ്റിൻ്റെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് കാണിച്ചിരിക്കുകയാണ്. എയും ബിയും ടേണിംഗ് പോയിൻ്റാണ്. എസ് ആണ് സണിൻ്റെ പൊസിഷൻ. പി പ്ലാനറ്റാണ്. പ്ലാനറ്റ് ഓരോ സെക്കൻഡിലും ഇങ്ങനെ മാറുമ്പോൾ അതിൻ്റെ റേഡിയസ് വെക്ടർ എസ് പി സഞ്ചരിക്കും. എസ് പി സ്വീപ്പ് ഔട്ട് ചെയ്യുന്ന ഏരിയ തുല്യമാണ് ഓരോ സെക്കൻഡിലും എന്നാണ് തെളിയിക്കാൻ പോകുന്നത്. എവിടെയും C2 അല്ലെങ്കിൽ പറയും ഏരിയൽ വെലോസിറ്റി A2 ഏരിയ വെലോസിറ്റി A ഡോട്ട് is a constant. dA by dt is a constant. തെളിയിക്കുകയാണ്. അതിന് പടത്തിൽ നമ്മൾ റേഡിയസ് വെക്ടറും ഒരു ആംഗിൾ ഡി തീറ്റ മാറിക്കുന്നുണ്ട്. ഡി തീറ്റ ആ രണ്ട് റേഡിയസ് വെക്ടർ തമ്മിലുള്ള ആംഗിളാണ്. ഇപ്പോൾ ഒരു സെക്കൻഡിലാണെങ്കിൽ ഒരു സെക്കൻഡിലെ ആംഗിളാണ് ഡി തീറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡി തീറ്റ ബൈ ഡി ടി ആണ്. ഡി ടി 1 സെക്കൻഡ്, അതായിരിക്കും ആംഗുലർ വെലോസിറ്റി. കൺസിഡർ എഗെയിൻ പ്ലാനറ്ററി മോഷൻ. കാരണം നമ്മൾ ഫസ്റ്റ് ലോ പഠിച്ചു കഴിഞ്ഞാണല്ലോ, അതിൻ്റെ കണ്ടിന്യൂഷൻ പോലെ വരുന്നതാണ്. കൺസിഡർ എഗെയിൻ പ്ലാനറ്ററി മോഷൻ with the radius vector r. P is the initial position of the planet and P dash the position after time dt. ഇവിടെ ടൈം ഡി ടി ആയിട്ടാണ് പറയുന്നുണ്ടോ. ഡി ടി 1 സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് ഡി ടി 1 ആയിട്ട് എടുക്കണം. ദ റേഡിയസ് വെക്ടർ മേക്സ് ആൻ ആംഗിൾ ഡി തീറ്റ വിത്ത് എസ്. ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, എ എന്നുള്ള പോയിന്റ് പെരിഹീലിയൻ, ബി അപ്ഹീലിയൻ എന്ന് പഠിച്ചിട്ടുണ്ട്. എ എന്നുള്ള പെരിഹീലിയൻ, ബി അപ്ഹീലിയൻ ടേണിംഗ് പോയിന്റ്സ് ആണ്. എ ആണ് നിയറസ്റ്റ് പോയിന്റ്, ബി ആണ് ഫാർദസ്റ്റ് പോയിന്റ്. ഫാർദസ്റ്റ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് അപ്ഹീലിയൻ. ഇൻ ദി ഫിഗർ ഏരിയ ഓഫ് ട്രയാങ്കിൾ എസ് പി പി ഡാഷ്. അപ്പോൾ നമ്മൾ ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ ട്രയാങ്കിൾ എസ് പി പി ഡാഷ് എടുക്കണം. എസ് പി പി ഡാഷ് ആ ഡി തീറ്റ ആംഗിൾ വരുന്ന ട്രയാങ്കിളാണ് എസ് പി പി ഡാഷ്. അവിടെ ഏരിയ കാണുമ്പോൾ ഹാഫ് ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. ഹാഫ് ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്, ഹാഫ് ആർ ഇൻറ്റു ആർ ഡി തീറ്റ എന്ന് വരും. ഹാഫ് ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ഹാഫ് പി പി ഡാഷ് ഇൻറ്റു ആർ. അപ്പോൾ പി പി ഡാഷ് ബേസ് ആണെങ്കിൽ ആർ പെർപെൻഡിക്കുലർ വരും. ഹാഫ് ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. ആ പടത്തിൽ പോയി നോക്കുക. ഹാഫ് ബേസിൻ്റെ അൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്ന ഫോർമുല അപ്ലൈ ചെയ്യണം. ഹാഫ് പി പി ഡാഷ് ഇൻറ്റു ആർ. എന്നാൽ പി പി ഡാഷ് ആർ ഡി തീറ്റ. ആർക്ക് ബൈ റേഡിയസ് ഇസ് ആംഗിൾ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പി പി ഡാഷ് കാണുമ്പോൾ ആർ ഡി തീറ്റ എന്ന് കിട്ടും. അല്ലെങ്കിൽ ചിത്രത്തിൽ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ പി പി ഡാഷ് ബൈ ആർ ആണ്. അതുകൊണ്ട് പി പി ഡാഷ് നമ്മൾ ആർ ഡി തീറ്റ എന്ന് പറയും. സോ ആർ ഡി തീറ്റ ഇൻറ്റു ആർ. That is half r square d theta. That is the area dA of the triangle SPP dash.
അടുത്ത സ്റ്റെപ്പ് ബട്ട് ഏരിയൽ വെലോസിറ്റി ദെയർഫോർ ഏരിയൽ വെലോസിറ്റി ഒറ്റ വാക്ക് ഏരിയൽ AREAL ഒറ്റ വാക്കാണ് ഏരിയൽ വെലോസിറ്റി എ ഡോട്ട് അതിൻ്റെ മുകളിൽ കുത്തിരണം എ ഡോട്ട് ഈസ് DA/dt. ഇപ്പോൾ ഏരിയയെ നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ½ d²d⁻ എന്ന് പറയും. d⁻dt നമ്മൾ θ എന്ന് പറയും ആംഗുലാർ വെലോസിറ്റി. ദാറ്റ് ഈസ് A dot is equal ½ r²θ ഡോട്ട് താഴെ മുകളിലും ഒരു എം കൊണ്ട് ഗുണിക്കുക m × ½ r²θ എന്ന് കിട്ടും. അപ്പോൾ mr² എന്ന് പറഞ്ഞാൽ I ആണ് കേട്ടോ. അപ്പോൾ മുകളിൽ I എന്ന് കൊടുക്കും ½ θ ഡോട്ട് ω താഴെ m ഉണ്ടല്ലോ ½I⍵/m ദാറ്റ് ഇസ് L/2 I⍵ ആംഗുലാർ മൊമെൻ്റ് ആണ് ഓർക്കണം I⍵. അപ്പോൾ A ഡോട്ട് ഈസ് L/2 ഇക്വേഷൻ നമ്പർ 1. ഏരിയൽ വെലോസിറ്റിക്ക് എക്സ്പ്രഷൻ കണ്ടാൽ കിട്ടുന്നത് A ഡോട്ട് ഈസ് L/2. ദ ഏരിയൽ വെലോസിറ്റി ഈസ് ഫൗണ്ട് ടു ബി A ഡോട്ട് ഈസ് L/2. നമ്മൾ തെളിയിക്കേണ്ടത് A ഡോട്ട് കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ L/2 കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് പറയേണ്ടത്. L/2 കോൺസ്റ്റൻ്റ് ആണ്, അതാണ് പ്രത്യേകത. ബട്ട് L ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ പ്ലാനറ്ററി മോഷൻ. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് L ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ പ്ലാനറ്ററി മോഷൻ. സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് L ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ പ്ലാനറ്ററി മോഷൻ. ദാറ്റ് ഈസ് ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. ദിസ് പ്രൂവ്സ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. അപ്പോൾ പ്ലാനറ്ററി മോഷനിൽ എലിപ്റ്റിക്കൽ മോഷനിൽ L കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് A ഡോട്ട് L/2 M അല്ലാതെ തന്നെ കോൺസ്റ്റൻ്റ് ആണല്ലോ, മാസാണല്ലോ. അപ്പോൾ A ഡോട്ട് L/2 ഇസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് പ്രൂവ്സ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. ഇനി നമ്മൾ ഡെറിവേഷൻ ഓഫ് തേർഡ് ലോ എടുക്കുകയാണ്. ഡെറിവേഷൻ തേർഡ് ലോ അതിന് പടം ഒന്ന് റീഡ്രോ ചെയ്തു. നമ്മൾ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അതുപോലെ തന്നെ വരച്ചു. അപ്പ് ഹീലിയൻ പെരിഹീലിയൻ മാർക്ക് ചെയ്തു. പിന്നെ എസ് പ്ലാനറ്റ്, എസ് സൺ, പി പ്ലാനറ്റ്, റേഡിയസ് വെക്റ്റർ, d∠, ഇവിടെ ആംഗിൾ ഉണ്ട്. നമ്മൾ അപ്പ് ഹീലിയൻ പെരിഹീലിയൻ മാർക്ക് ചെയ്തു. R1 R2 ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്തു. ഇനി മേജർ ആക്സ് നോക്കുക. മേജർ ആക്സ് വെച്ചാൽ ഹോറിസോണ്ടൽ ആക്സിസ് ആണ്, മൈനർ ആക്സിസ് വെർട്ടിക്കൽ ആക്സിസ് ആണ്. അപ്പോൾ ആ മേജർ ആക്സിൻ്റെ പകുതിയാണ് A. നമുക്ക് തെളിയിക്കേണ്ടത് T², പീരിയഡിൻ്റെ സ്ക്വയർ പ്രപ്പോർഷണൽ ടു A³ തെളിയിക്കണം. അതാണ് കെപ്ലേഴ്സ് തേർഡ് ലോ. T² പ്രപ്പോർഷണൽ ടു A³ തെളിയിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കുക. ഫ്രം സെക്കൻഡ് ലോ പ്രൂഫ് വി ഹാവ് ദ റിലേഷൻ A ഡോട്ട് ഈസ് L/2. നമ്മൾ നേരത്തെ L/2 കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞതാണല്ലോ സെക്കൻഡ് ലോയിൽ. അത് എഴുതി. എന്താണ് A ഡോട്ട് DA/dt? DA/dt ഈസ് L/2. ആ സൈഡിൽ എഴുതിയിരിക്കുന്നത് A ഡോട്ട് L/2 എന്നുള്ള പ്രൂഫ് ഒന്ന് റിപ്പീറ്റ് ചെയ്തതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൂഫ് ഒന്ന് റിപ്പീറ്റ് ചെയ്തതാണ്. അല്ലാതെ കാര്യമൊന്നുമില്ല. കാരണം ഈ ½ r × r⁻ അത് ഏരിയയാണ്. ഏരിയ അത് നമ്മൾ ആംഗുലർ മൗണ്ട് ആക്കി A ഡോട്ട് കാണുന്ന കാര്യം പറഞ്ഞിരിക്കുക. നേരത്തെ ഏരിയ റിലേഷൻ തന്നെ ഒരു സൗകര്യത്തിന് വേണ്ടി അവിടെ എഴുതുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നോക്കേണ്ട കാര്യം പോലും ഇല്ല. അപ്പോൾ DA/dt ഈസ് L/2. DA ഈസ് L/2 × dt ക്രോസ് പീരിയോഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് A ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ DA ഡോട്ട് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to t L/2 dt എന്ന് കിട്ടും. അപ്പോൾ ഈ പിന്നെ ഡിറ്റിയുടെ ഇൻ്റഗ്രൽ ക്യാപിറ്റൽ T ആണല്ലോ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ. അപ്പോൾ A ഈസ് L/2 × t where t is the period. ഇക്വേഷൻ നമ്പർ 1. ഏരിയ ഓഫ് എലിപ്സ് ഈസ് ഗിവൺ ബൈ ഇക്വേഷൻ. എലിപ്സിന് നമ്മൾ മാത്തമാറ്റിക്സിൽ ഒരു ഇക്വേഷൻ പഠിക്കുമല്ലോ, ഏരിയ ഓഫ് എലിപ്സ്. ഏരിയ ഓഫ് എലിപ്സ് ഈസ് ഗിവൺ ബൈ ഇക്വേഷൻ A ഈസ് πAB. ഇപ്പോൾ A മേജർ ആക്സിസ്, സെമി മേജർ ആക്സിസ്, B സെമി മൈനർ ആക്സിസ് ആണെങ്കിൽ ഏരിയ നമ്മൾ πAB എന്ന് പറയും. ഈ സർക്കിളിൻ്റെ πr² എന്ന് പറയത്തില്ല, അതുപോലെ πr². അപ്പോൾ ഒരു ആറിന് പോലെ എയും മറ്റേ ആറിന് പോലെ ബിയും കൊടുക്കുന്ന രീതിയാണ് ഇവിടെ. ഏരിയ ഓഫ് എലിപ്സ് ഈസ് πAB where A is the semi major axis and B is the semi minor axis. ബിക്ക് ഒരു റിലേഷൻ ഉണ്ട്, അതൊന്ന് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ബിയുടെ റിലേഷൻ അത് മാത്തമാറ്റിക്സിൽ വരുന്നതാണ്, കോണിക് സെക്ഷനിൽ വരുന്നതാണ്. B is equal to 1 A × 1 - ε²⁻². മേജർ ആക്സിസ് ടൈമിലേക്ക് നമ്മൾ മൈനർ ആക്സിസ് മാറ്റുമ്പോൾ B is equal to A × 1 - ε²⁻² എന്ന് കിട്ടും. എപ്സിലോൺ അറിയാമല്ലോ, എക്സെൻട്രിസിറ്റിയാണ്. എക്സെൻട്രിസിറ്റി
therefore area A is pi AB. പൈയും എയും അതുപോലെ കൊടുക്കണം. ബിയുടെ വാല്യൂ മുകളിൽ കൊടുത്ത വാല്യൂ a into 1 minus epsilon square raised to half എന്ന് കിട്ടും. pi a into a pi a square 1 minus epsilon square raised to half. Put in 1. ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കണം. ഏതാണ് ഇക്വേഷൻ നമ്പർ 1? ജസ്റ്റ് മുകളിൽ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ, ഈ ഇക്വേഷനകത്ത് a is l by 2 into t കൊടുക്കണം. Put in 1. That is pi a square into 1 minus epsilon square raised to half l by 2 into t എന്ന് കിട്ടും. അപ്പോൾ ടി എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ടി is equal to 2 pi m a square into 1 minus epsilon square raised to half by l എന്ന് കിട്ടും. ഇനി ഈ മേജർ ആക്സിൻ്റെ മൊത്തം നീളം 2a, ദാറ്റ് ഈസ് a plus a equal r plus r2 ആണ്. r1 r2 കൂട്ടിയാൽ മതി. വേറെ r1 and r2 are the two turning point distances. പടം നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മൾ 1/r1 കാണണം. 1/r1 1/r1 പഠിച്ചാണ് നേരത്തെ. 1/r1 is mk by l square into 1 minus epsilon ആണ്. അപ്പോൾ r1 അതിൻ്റെ റെസിപ്രോക്കലാണ് l square by mk into 1 minus epsilon. അതേപോലെ r2 അത് നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ഡെറിവേഷനകത്തുണ്ട്. r2 is l square by mk into 1 plus epsilon. അപ്പോൾ 2a equal r1 plus r2 രണ്ടും കൂട്ടിയാൽ മതി. l square by mk into 1 minus epsilon. r1 വലുതാണ് കേട്ടോ, അതാണ് അങ്ങനെ വരുന്നത്. പ്ലസ് l square by mk into 1 plus epsilon. l square by mk പുറത്തേക്ക് എടുക്കുമ്പോൾ 1 minus epsilon plus 1 by 1 minus epsilon plus 1 by 1 plus epsilon എന്ന് പറയും. ദാറ്റ് ഈസ് 2a is equal to l square by mk. നമ്മൾ LCM കണ്ട് കൂട്ടുകയാണത്. LCM കണ്ട് കൂട്ടുമ്പോൾ LCM 1 minus epsilon into 1 plus epsilon. അപ്പോൾ നമുക്ക് അവിടെ 1 plus epsilon plus 1 minus epsilon ക്യാൻസൽ ചെയ്യും 2 എന്ന് കിട്ടും. l square by mk into 2 by 1 minus epsilon square a minus b into a plus b എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്തു താഴെ. ദാറ്റ് ഈസ് 1 minus epsilon square is l square by mk എന്ന് കിട്ടും. 1 minus epsilon square is l by mk a raised to 1 by 2 എന്ന് കിട്ടും. Put this equation in 2. ഈ 1 minus epsilon square raised to half ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ഏതാണ് 2? ഇതാണ് 2. അവിടെ 1 minus epsilon square raised to halfിൻ്റെ സ്ഥാനത്ത് കൊടുക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് l by mk a raised to half എന്ന് ഇവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ t is 2 pi m a square by l into l by mk a raised to half എന്ന് കിട്ടും. അപ്പോൾ ടി സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 pi സ്ക്വയർ അങ്ങനെ കിട്ടത്തില്ലേ നോക്കി. താഴെ ഒരു എല്ല് വെട്ടി പോവും. എന്നിട്ട് ടി നമ്മൾ സ്ക്വയർ ബൈ ടി സ്ക്വയർ എന്ന് പറയും. ടി സ്ക്വയർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 4 pi സ്ക്വയർ m സ്ക്വയർ a raised to 4 by l. എല്ല് വെട്ടിക്കളയാം. l by mk എല്ല് വെട്ടിക്കളയണം. mk എന്ന് കിട്ടും. എല്ല് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ടി സ്ക്വയർ ഈസ് 4 pi സ്ക്വയർ m a ക്യൂബ്ഡ്. ഒരു a വെട്ടിപ്പോൾ a ക്യൂബ്ഡ് ബൈ k എന്ന് കിട്ടും. 4 pi സ്ക്വയർ m by k പുട്ട് ആ സി എന്ന് കൊടുക്കുക. ഇവിടെ വെച്ച് തന്നെ എല്ല് വെട്ടിക്കളയാൻ കിട്ടും. നമ്മൾ സ്ക്വയർ ചെയ്യാണല്ലോ. സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് കിട്ടണം എല്ല്. അപ്പോൾ താഴെ എല്ല് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ സ്ക്വയറിംഗ് എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ല് വെട്ടിയായിട്ട് വിചാരിച്ചാൽ മതി. ഇവിടെ എല്ല് എഴുതണ്ട. ഫസ്റ്റ് സ്റ്റെപ്പിൽ എല്ല് വേണ്ട, അത് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കിയുള്ളതാണ് നമ്മൾ സ്ക്വയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ടി സ്ക്വയർ ഈസ് 4 pi സ്ക്വയർ m a ക്യൂബ്ഡ് ബൈ k. പുട്ട് 4 pi സ്ക്വയർ m by k is equal to c, other constant. That is t square equal to c s cubed. T square proportional to a cubed. That is square of the period is proportional to cube of semi-major axis. This proves the third law of Kepler. അപ്പോൾ അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഷോർട്ട് ആൻസറാണ് ആദ്യം പറയുന്നത്. പ്രൂവ് ദാറ്റ്
ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അണ്ടർ സെൻട്രൽ ഫോഴ്സ് ടേക്സ് പ്ലേസ് ഇൻ എ പ്ലെയിൻ. അപ്പോൾ ഈ പ്ലാനറ്ററി മോഷൻ ഒരു പ്ലെയിനിനകത്ത് തെളിയിക്കാൻ. ഇപ്പോൾ പിന്നെ നമുക്ക് സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നത് കാണാമല്ലോ, ശരിക്കും ഭൂമിയാണ് കറങ്ങുന്നത്. ആ ഭൂമി കറങ്ങുന്നത് ഒരു വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ഇത് തെളിയിക്കാനാണ്. പ്രൂവ് ദാറ്റ് ദി മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അണ്ടർ ദി സെൻട്രൽ ഫോഴ്സ് ടേക്സ് പ്ലേസ് ഇൻ എ പ്ലെയിൻ. അപ്പോൾ ആൻസർ ഫോർ സെൻട്രൽ ഫോഴ്സ് മോഷൻ area velocity or aerial velocity is a constant that is a consequence of angular momentum conservation. കാരണം എല്ലാം കോൺസ്റ്റൻ്റ് ആണല്ലോ, അതുകൊണ്ടാണ് കൺസിക്വൻസ് ആകുന്നത്. ദാറ്റ് ഈസ് എ ഡോട്ട് ഇസ് എ കോൺസ്റ്റൻറ്റ്. എന്താണ് എ ഡോട്ട്? L/2 ഈസ് എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് L ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ 2 എന്നുള്ളത് ഈ കെയുടെ കൂടെ എടുക്കുമ്പോൾ L ഈസ് എ കോൺസ്റ്റൻറ്റ്, ആംഗുലർ മൊമെൻറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി ആംഗുലർ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് m(i)ω ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, mr ക്രോസ് v എന്ന് പറയാം. mr ക്രോസ് v ഓർ mv × r ആണല്ലോ. ആംഗുലർ മൊമെൻറ്റ് mv × r ആണ്. അത് നമ്മളൊരു വെക്റ്റർ ഫോമിൽ പറയുമ്പോൾ m × r ക്രോസ് v എന്ന് പറയും, എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ m കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് r ക്രോസ് v ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ രണ്ട് വെക്റ്ററിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഈ ആറും v ഒരേ പ്ലെയിനിലായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. This follows that L being a constant must be perpendicular to a plane containing R and V, that is path of the particle under the influence of a central force must be in a plane. ഇപ്പോൾ ഇവിടെ L കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ R ക്രോസ് V കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ R ക്രോസ് V ഒരു പ്ലെയിനിലാണെങ്കിൽ മാത്രമേ L ആ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ട് വന്നിട്ട് കോൺസ്റ്റൻ്റ് ആകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ R ക്രോസ് V കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും പ്ലാനറ്റ് ഒരു പ്ലെയിനിലാണ് സഞ്ചരിക്കുന്നതെന്ന്. എലിപ്റ്റിക്കൽ പ്ലെയിനിലൂടെ, അതിൻ്റെ സർക്കംഫറൻസിലൂടെ സഞ്ചരിക്കും എന്ന് പറയാം. അപ്പോൾ ഇതും ഒരു എസ്സേ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. എസ്സേ ഇതാണ്: സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കെപ്ലേഴ്സ് സെക്കൻഡ് ആൻഡ് തേർഡ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, പ്രൂഫ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിറൈവ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോയുടെ പ്രൂഫ് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഡിറൈവ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. That is all with your 20th lecture of classical physics. Thank you.